നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 4 ഞായറാഴ്ചയാണ്. ധനു 20. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെത്തിച്ചു. ബ്ലൂക്കിനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഇരുവരെയും മാറ്റും. വെനസ്വേലയിൽ ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ ഭരണം ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ക്രിസ്റ്റീന ചെറിയാൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ക്രിസ്റ്റീന, രാജ്യങ്ങൾ തമ്മിൽ തർക്കം നേരത്തെ ഉണ്ടെങ്കിലും അസാധാരണമായ നടപടി എന്ന് വിലയിരുത്താവുന്ന തരത്തിൽ ഒരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെയുള്ള പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദിയാക്കുക, രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക, പിന്നീട് ന്യൂയോർക്കിലെത്തിച്ച് വിചാരണ നേരിടണം എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക. ഇന്നലെ ട്രംപ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും അവിടെ ഭരണമാറ്റമുണ്ടാകുന്നതുവരെ വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുക്കും എന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുക. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധങ്ങൾ ലോകത്തുടനീളം ഉയർന്നു വരുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ്? അമേരിക്കൻ നിലപാടിനെ എങ്ങനെ കാണണം ക്രിസ്റ്റീന? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഓഗസ്റ്റ് മുതലുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ വെനസ്വേലയുടെ പല എണ്ണ ടാങ്കറുകളും എണ്ണക്കപ്പലുകളും അമേരിക്ക കരീബിയൻ കടലിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ എണ്ണ കപ്പലുകൾ പിടിച്ചെടുക്കും. മാത്രവുമല്ല, ക്രിസ്മസിന് തൊട്ട് മുമ്പ് വലിയ ഒരു വാർണിംഗ് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നൽകിയിരുന്നു. അതിങ്ങനെയായിരുന്നു: മര്യാദയ്ക്ക് അധികാര കസേര ഒഴിയുന്നതാണ് നല്ലത്. തീക്കളിക്ക് നിൽക്കുകയാണെങ്കിൽ അത് നിക്കോളാസ് മഡൂറോയുടെ അവസാനത്തെ കളിയായിരിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് തന്നെ അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണ്, അമേരിക്കയ്ക്ക് വേണ്ടുവോളം എണ്ണ കൊടുക്കാമെന്നീ വാഗ്ദാനങ്ങളൊക്കെ നിക്കോളാസ് മഡൂറോ നൽകിയിരുന്നു. പക്ഷേ ട്രംപിന്റെ ലക്ഷ്യം മറ്റു ചിലതാണ്. പൂർണ്ണമായും 1970-കൾക്ക് മുൻപിൽ അമേരിക്ക എങ്ങനെയാണോ വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം കൈകാര്യം ചെയ്തിരുന്നത്, അമേരിക്കൻ കമ്പനികൾ എങ്ങനെയാണോ വെനസ്വേലയുടെ മിലിറ്ററി ബേസുകൾ ഉപയോഗിച്ചിരുന്നത്, അതേ മാതൃകയിൽ അതേ മട്ടിൽ അമേരിക്കയ്ക്കുള്ള അധികാരം പുനഃസ്ഥാപിക്കണം എന്ന അതേ ലക്ഷ്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാര്യം, അമേരിക്കയിൽ നിന്ന് കട്ടതെല്ലാം തിരിച്ചു നൽകണമെന്നാണ് ട്രംപ് നൽകിയ മറ്റൊരു മുന്നറിയിപ്പ്. 1970-കൾ വരെ ഈ വെനസ്വേലയിലെ എണ്ണ കമ്പനികൾ കൈകാര്യം ചെയ്തിരുന്നത് അമേരിക്കയാണ്. എണ്ണ നിക്ഷേപത്തിൽ വലിയൊരു പങ്കും ഉപയോഗിച്ചിരുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭൂമിയും സ്വത്തും ഒക്കെ തിരിച്ചു നൽകണം എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ രണ്ട് മുന്നറിയിപ്പിലും നിക്കോളാസ് മഡൂറോ വീണില്ല. പക്ഷേ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ ബ്രൂക്ലിനിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അവരെ താമസിയാതെ മാറ്റും. വൈദ്യ പരിശോധനയ്ക്കായി അവരെ കൊണ്ടുപോകും. അതിനുശേഷം അമേരിക്കയിൽ അവർ വിചാരണ നേരിടണം. മാത്രവുമല്ല, ഇവിടെ ഒരു വെനസ്വേലയിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുന്നതുവരെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ട്രംപ് കടക്കില്ല. അതേപോലെ തന്നെ അധികാര കൈമാറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം പൂർണ്ണമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ഒരു തന്ത്രമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UN-ൽ അടക്കം ഇതിൽ പരാതി നൽകാൻ പല രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. റഷ്യ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ തങ്ങളുടെ അറിവ് ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി കൂടുതൽ രാജ്യങ്ങളുടെ പ്രതികരണം ിയിരിക്കുന്നു. പക്ഷേ ആര് പ്രതികരിച്ചാലും ഡൊണാൾഡ് ട്രംപിന്റേതായ ചില രീതികളുണ്ട്. അദ്ദേഹത്തിൻ്റെതായ രീതികളിൽ അദ്ദേഹം മുന്നേറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഏത് രീതിയിലാണ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും അമേരിക്കയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്, ഏത് തരത്തിലുള്ള വിചാരണയാണ് അവർ നേരിടേണ്ടി വരിക, ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തും, മറ്റു രാജ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തോട് പ്രതികരിക്കുക, ഇതിന് ശേഷമുണ്ടാകാവുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, വിപണിയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് കണക്കാക്കുന്നവരുടെ സ്വർണത്തിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില കത്തിക്കയറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. പക്ഷേ വെനസ്വേല ഇന്ന് ലോകത്തെ എണ്ണ വിപണിയിൽ കാര്യമായ ഒരു പ്രഭാവം പുലർത്തുന്നില്ലെങ്കിൽ പോലും എണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട്, സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട്, സാമ്പത്തിക ലോകത്ത് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഓഹരി വിപണിയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ കാര്യങ്ങൾ നടക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു. റിജിത്ത്, ശരി. ക്രിസ്റ്റീന ചെറിയാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമേരിക്കൻ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്നലെ ട്രംപ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലുള്ള എല്ലാ പ്രതികരണങ്ങളും നടത്തിയത്. വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടും അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനസ്വേലയുടെ ഭരണം US നിയന്ത്രിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മാധ്യമങ്ങളെ കാണുന്നത് നമ്മൾ കണ്ടു. US-ന്റെ പിടിയിലായ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെയും ഭാര്യ സിലിയ ഫ്ലോറൻസിന്റെയും ചിത്രങ്ങൾ ട്രംപ് പുറത്തുവിട്ടിരുന്നു. മദുറോയും ഭാര്യയും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമാക്കി.
USS ഐവോ ജിമ എന്ന യുദ്ധക്കപ്പലിൽ കയ്യാമം വെച്ച് മഡൂറോയെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം പുറത്തുവിട്ട ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടത്. ഹെലികോപ്റ്ററിലാണ് മഡൂറോയെയും ഭാര്യയെയും യുദ്ധക്കപ്പലിൽ എത്തിച്ചതെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിനോടാണ് ട്രംപ് വെനസ്വേലൻ ആക്രമണത്തെ ഉപമിച്ചത്. US വെനസ്വേലയിൽ നടത്തിയതുപോലൊരു ആക്രമണം നടത്താൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം 2024 തിരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവും നൊബേൽ സമ്മാന ജേതാവുമായ മരിയ കൊരീന മച്ചാഡോ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ലഹരിക്കടത്ത്, അമേരിക്കയ്ക്കെതിരായ യുദ്ധഗൂഢാലോചന അടക്കം മഡൂറോയ്ക്കെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് കീഴടങ്ങില്ലെന്നാണ് വെനസ്വേലയുടെ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാഡ്രിനോ ലോപ്പസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന് വെനസ്വേലൻ വിദേശകാര്യമന്ത്രി യുവാൻ ഗില്ലും ആവശ്യപ്പെട്ടു. ആക്രമണത്തെ റഷ്യ, ഇറാൻ, ക്യൂബ അടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചു. വെനസ്വേലയിലെ US ഓപ്പറേഷനിൽ ബ്രിട്ടൻ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും വ്യക്തമാക്കി. പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ 1:50 അമേരിക്ക വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ ആക്രമണം തുടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷ്, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങൾ നൽകും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. റിനു ശ്രീധർ തയ്യാറാണ്. റിനു, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ പലതും പ്രധാന വാർത്തകളുടെ ഫോളോ അപ്പുകളാണ്. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ, ശിക്ഷ വിധിച്ചതിന് പിന്നാലെ തൊണ്ടി മുതൽ തിരിമറി കേസിൽ അപ്പീൽ നൽകാനുള്ള നീക്കം ആന്റണി രാജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പുതിയ പരാതി കൂടി വന്നിട്ടുണ്ട്, അതിജീവിതയുടെ ഭർത്താവിൻ്റേത്. അതിൽ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ഇതുൾപ്പെടെ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെ അറിയുന്നു? ഗുഡ് മോർണിംഗ് രജിത്ത്. എന്തായാലും വാർത്താ തിരക്കുള്ള ദിനം തന്നെ ആയിരിക്കും ഇന്ന് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഏറ്റവും പ്രധാനം ആന്റണി രാജുവിന് എതിരായിട്ടുള്ള തൊണ്ടിമുതൽ കേസിലെ വിധി വന്നു. ആ വിധിക്ക് മേൽ അദ്ദേഹം അപ്പീൽ പോകും എന്നുള്ളതാണ്. ഒപ്പം ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ജോസും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം കോൺഗ്രസ് ആന്റണി രാജുവിനെതിരെ ഒരു പരസ്യ പോരിലേക്ക് പോകുന്നു, പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു ഔദ്യോഗിക പരിപാടിയിലും വേദി പങ്കിടുവാൻ ആന്റണി രാജുവിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUവും അദ്ദേഹം പൊതുവേദിയിലെത്തിയാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയുമായി രംഗത്തുണ്ടാകാനും തയ്യാറെടുക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ഈ ആന്റണി രാജുവിന് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും, ഇന്ന് തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതയുടെ ഭർത്താവ് നൽകിയ പരാതിയിന്മേലുള്ള നടപടിയാണ്. ഇന്ന് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും കൈമാറിയ പരാതി ADGPക്ക് കൈമാറിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് നിയമോപദേശം ലഭിച്ചതിന് ശേഷം, കാരണം ഇങ്ങനെ ഒരു പരാതി ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നിയമോപദേശം ലഭിച്ചതിന് ശേഷം നിലവിൽ അന്വേഷിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 കേസുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കൈമാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും പോകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ വരുന്ന അടുത്ത ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാനിരിക്കെയാണ് പുതിയൊരു നീക്കം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അല്ലെങ്കിൽ പുതിയൊരു പരാതി കൂടി എത്തുന്നത്. മറ്റൊന്ന്, NCPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. NCP നേതാക്കളെ മുംബൈയിൽ വെച്ച് ശരത് പവാർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. PC ചാക്കോ തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലടക്കം ഈ തോമസ് കെ തോമസ്, നിലവിലെ അധ്യക്ഷൻ, ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും നടത്തിയില്ല, വിദേശയാത്രയിലായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി പാർട്ടിക്കുണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ PC ചാക്കോ തിരിച്ച് ഈ പാർട്ടി സ്ഥാനത്തേക്ക് എത്തണം, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി പാർട്ടിക്കുള്ളിലുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടായേക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ ഇന്ന് ഉണ്ട്. അർജിത, ശരി. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആന്റണി രാജുവിനെതിരായ കോടതി വിധി അത് ആയുധമാക്കുന്നുണ്ട് പ്രതിപക്ഷവും. വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിനും പിന്നാലെ LDFനെ പ്രതിരോധത്തിലാക്കി മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ കേസിലെ കോടതി വിധി.
മേൽക്കോടതിയിൽ അപ്പീലിന് പോയാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള അവസരം ലഭിക്കില്ല എന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാനൊരുങ്ങുന്ന LDF-നേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ആന്റണി രാജുവിനെതിരായ വിധി. തലസ്ഥാന നഗരത്തിൽ സിറ്റിംഗ് MLA ഇല്ലാതെ LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. ആന്റണി രാജുവിന് മത്സരിക്കാൻ അവസരം ലഭിക്കില്ല എന്നാണ് വിലയിരുത്തൽ. വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെങ്കിലും ശിക്ഷാവിധി കുറയ്ക്കുന്നതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾക്ക് മുമ്പായി തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. 2006 ഇതേ കേസിന്റെ പേര് പറഞ്ഞായിരുന്നു VS അച്യുതാനന്ദൻ ആന്റണി രാജുവിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തത്. പിന്നീട് 2016 ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച് ആന്റണി രാജു വീണ്ടും LDF-ലെത്തി. പക്ഷേ അപ്പോഴേക്കും VS അച്യുതാനന്ദൻ പാർട്ടിയിൽ കരുത്തനല്ലാതായി മാറിക്കഴിഞ്ഞിരുന്നു. പിണറായി വിജയന്റെ പൂർണ്ണ പിന്തുണയോടെ 2016 മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും 2021 ആന്റണി രാജു മണ്ഡലം തിരികെ പിടിച്ചു. ആന്റണി രാജുവിന് മത്സരിക്കാനായില്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസിലെ മറ്റാർക്കെങ്കിലും CPIM സീറ്റ് നൽകാൻ സാധ്യതയില്ല. സീറ്റ് CPIM ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ഇനി കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കുന്നതെന്ന് നിഖിൽ പ്രമേഷ് നമ്മളോട് പങ്കുവയ്ക്കും. അതിൽ തന്നെ പ്രധാനം KPCC സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പ് ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങുകയാണ്. കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളും സുൽത്താൻ ബത്തേരിയിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള പ്രാഥമികമായ ചർച്ചകൾ, ഇതൊക്കെ ദ്വിദിന ക്യാമ്പിൽ നടക്കാൻ പോകുന്നു. നിർണായകമാണ് ആ ദ്വിദിന ക്യാമ്പ്. വിവരങ്ങൾ നിഖിൽ പ്രമേഷ്. ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം UDF-ന് നൽകുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. നേരത്തെയും വയനാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് UDF സംഘടിപ്പിച്ചിരുന്നു, കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നാണ് ദേശീയ നേതാക്കളടക്കം വിലയിരുത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ദ്വിദിന ക്യാമ്പ്, ലക്ഷ്യ 2026 എന്നുള്ള പേരിൽ ഒരു ദ്വിദിന ക്യാമ്പ് ഇന്ന് മുതൽ തുടക്കമാകുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യമായിരിക്കും ചർച്ച ചെയ്യുക. ഇവിടെ ഒരു സർക്കാർ വരാൻ പോകുന്നു, UDF സർക്കാർ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എല്ലാം തന്നെയുണ്ട്. അതിനുള്ള കളമൊരുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് അവർ കരുതുന്നത്. ഇനി സ്വാഭാവികമായും കടക്കേണ്ടത് സ്ഥാനാർത്ഥി നിർണയം, മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ സ്വീകരിക്കേണ്ടുന്ന നയങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുമെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും ഈ 2 ദിവസം ബത്തേരിയിൽ ചേരുന്ന യോഗത്തിൽ നമുക്കറിയാം കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടോ കൂടി പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ മാതൃകയിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ളതാണ് ഈ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലെ ക്യാമ്പിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിനുള്ള തുടക്കം ഇന്നാവുകയാണ്. രാവിലെ ഈ പരിപാടികൾ ആരംഭിക്കും. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇങ്ങോട്ട് പൂർണ്ണമായി ഈ സംഘടനാ സംവിധാനത്തിൽ ഊന്നിയിട്ടുള്ള ചർച്ചകളായിരിക്കും. ഏതൊക്കെ തരത്തിലാണ് പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ചയാവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് മുമ്പ്, സജീവമായി ഇറങ്ങുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ, സീറ്റുകളുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ, അതിൽ വേണ്ട തന്ത്രങ്ങൾ, ഇതൊക്കെ ആ ദ്വിദിന ക്യാമ്പിൽ രൂപപ്പെടുത്തും എന്നാണ് നേതാക്കൾ പറയുന്നത്. കേരളമടക്കം തിരഞ്ഞെടുപ്പെടുത്ത 5 സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു AICC. കേരളത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിയാണ്. അസമിലെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക ഗാന്ധിയാണ്. തമിഴ്നാട്, പുതുച്ചേരി തെരഞ്ഞെടുപ്പിനായി TS സിംഗ് ദിയോയെയും പശ്ചിമബംഗാളിൽ VK ഹരിപ്രസാദിനെയും ചെയർമാൻമാരായി നിയമിച്ചു. സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, PCC അധ്യക്ഷന്മാർ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവർ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. ഇനി മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാണ്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കണം ഇന്ന് മധ്യകേരളം കേന്ദ്രീകരിച്ച്? ആൻമരിയ.
ടി.കെ. ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും മധ്യ കേരളത്തെ സംബന്ധിച്ച് തൃശൂർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി ശ്രദ്ധാകേന്ദ്രമായി നിലനിൽക്കുന്നത്. മറ്റത്തൂരാണ് ശ്രദ്ധാകേന്ദ്രമായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റത്തൂരിലെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ, അതിന്റെ തുടർ വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നത്. അതിൽ KPCC ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെയാണ് ആ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത്: പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നുള്ളതാണ് KPCC മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല. പക്ഷേ ഈ ഫോർമുല അത് വിമതപക്ഷം പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. അതിനകത്ത് അവർ പറയുന്നത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം തിങ്കളാഴ്ച രാജിവെക്കുക എന്നതാണ് നിലവിൽ അവർ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ അതിൽ ഒരു അവിശ്വാസം കൊണ്ടുവരും എന്നും KPCC പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നീക്കങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇനി പുറത്തു വരാൻ വേണ്ടിയിട്ടും ഉള്ളത്. അതിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതിരിക്കുന്നതിന് അവർ പറയുന്ന കാരണമായിട്ട് അവർ പറയുന്നത് ഈ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു സ്വതന്ത്ര അംഗമാണ്, അതുകൊണ്ട് രാജിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് പറയുന്നത്. ഇതിലേക്ക് ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എങ്കിൽ ഇവർക്കെതിരെ എടുക്കുന്ന നടപടി, അതിലൊരു തീരുമാനം ഉണ്ടാകുന്നതും വൈകിയേക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതിൽ ഈ കൂറുമാറിയിരിക്കുന്നവർ അവർക്ക് കോൺഗ്രസ് അംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ നേതാക്കളുമായിട്ട് സംസാരിക്കാനുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ KPCC കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഫോർമുല പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും KPCC എടുക്കുന്ന തീരുമാനം, അതിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഇനി പുറത്തു വരാനിരിക്കുന്ന വാർത്തയും. ടി.കെ. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് BJPയും. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമാക്കി ഉയർത്തിക്കാട്ടാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. LDF UDF സംയുക്ത കൊള്ള എന്ന തരത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് തീരുമാനം. ജനുവരി 11-ന് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേരുന്ന നേതൃയോഗത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കും. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ധാരണയായ സ്ഥാനാർത്ഥികളോട് പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. LDFും UDFും ചേർന്ന് ശബരിമലയിൽ സംയുക്തമായി കൊള്ള നടത്തിയെന്നാണ് BJP ആരോപണം. ആദ്യഘട്ടത്തിൽ ഇടതു സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ UDFിന് നേരെയും ഉയർത്തുകയാണ് BJP. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിൽ സോണിയാഗാന്ധിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന കെ സുരേന്ദ്രന്റെ ആവശ്യവും അതിനു തെളിവാണ്. മകരജ്യോതി ദിനമായ ജനുവരി 14-ന് വീടുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിച്ച് വിശ്വാസി സമൂഹത്തെ ഒപ്പം കൂട്ടാനാണ് നീക്കം. ജനുവരി 11-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇതിനോടകം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അതാത് മണ്ഡലങ്ങളിൽ ഉറപ്പായ സ്ഥാനാർത്ഥികളോട് പ്രചാരണത്തിന് തുടക്കമിടാനും നേതൃത്വം നിർദ്ദേശിച്ചു. ജനുവരി പകുതിയോടെ ജയസാധ്യതയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. 24 തിരുവനന്തപുരം. സൗദിയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. മലപ്പുറം മഞ്ചേരി സ്വദേശി അബ്ദുൽ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരാണ് മരിച്ചത്. കുടുംബം സഞ്ചരിച്ച വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ജലീൽ കണ്ണമംഗലം സൗദിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, രാവിലെ തന്നെ സങ്കടകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 4 പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. എത്ര പേർ വാഹനത്തിലുണ്ടായിരുന്നു? എന്താണ് സംഭവിച്ചത്? അപകട കാരണം എന്താണ് ജലീൽ? റീജിത്ത്, ഇത് സൗദിയിലെ മദീനയ്ക്ക് സമീപത്താണ് ദാരുണമായ ഈ അപകടം ഉണ്ടായത് മിനിയാന്ന് രാത്രിയാണ്. പക്ഷേ അപകടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ വൈകിയത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വരാൻ വൈകിയത്. ഒരു മലയാളി കുടുംബത്തിലെ 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മലപ്പുറം മഞ്ചേരി വെള്ളില സ്വദേശികളാണ് ഈ മരിച്ച 4 പേരും. നടുവത്ത് കളത്തിൽ അബ്ദുൽ ജലീൽ 52 വയസ്സ്, ഭാര്യ തസ്നി, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് കാക്കേങ്ങൽ എന്നിവരാണ് മരിച്ചവർ. ഇവർ യാത്ര ചെയ്തിരുന്ന ഒരു GMC വാഹനത്തിലായിരുന്നു. ഈ വാഹനത്തിലാകെ 7 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 4 പേർ മരിക്കുകയും ബാക്കിയുള്ള 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബ്ദുൽ ജലീലിന്റെ മക്കളായ ആയിഷ, ഫഹദ് എന്നിവരെ, അതോടൊപ്പം തന്നെ ഹാദിയ നൂറ എന്നിവരാണ് ആയിഷ, ഹാദിയ, നൂറ എന്നിവരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇവർ കിങ് ഫഹദ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ സൗദി ജർമ്മൻ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു പുല്ലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ലോറിയുമായി, ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്.
ഈ ജിദ്ദയിൽ ജോലി ചെയ്യാണ് ഈ അബ്ദുൽ ജലീൽ. ജോലിയുടെ ഭാഗമായി കുടുംബസമേതം ഹായിലിലേക്ക്, സൗദിയിലെ തന്നെ ഹായിലിലേക്ക് പോയതായിരുന്നു. അതിനുശേഷം ജിദ്ദയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. മദീന കഴിഞ്ഞ് ഈ അൽ യുത്മ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്കായി സാമൂഹ്യ പ്രവർത്തകരും കോൺസുലേറ്റും ഒക്കെ രംഗത്തുണ്ട്. മദീനയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് ശ്രമം നടക്കുന്നത്. റീജിത്ത്, തമിഴ്നാട്ടിൽ പൊങ്കൽ കാലത്തെ ആവേശങ്ങളിലൊന്നാണ് ജല്ലിക്കെട്ട്. പൊങ്കൽ ആഘോഷങ്ങൾക്ക് മുമ്പ് തന്നെ ജല്ലിക്കെട്ട് ആഘോഷം തമിഴ്നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. പുതുക്കോട്ടയിലാണ് ഈ വർഷത്തെ ആദ്യ മത്സരം നടന്നത്. തച്ചൻകുറിച്ചിയിലായിരുന്നു ആദ്യ ജല്ലിക്കെട്ട്. സെന്റ് വിണ്ണേർപ്പ് പള്ളിപ്പെരുന്നാളോടനുബന്ധിച്ചായിരുന്നു മത്സരം. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയായിരുന്നു ജല്ലിക്കെട്ടിന്റെ തുടക്കം. മന്ത്രി രഘുപതി ഉദ്ഘാടനം ചെയ്തു. 300ഓളം കാളക്കൂറ്റന്മാർ മത്സരത്തിനിറങ്ങി. 500ഓളം വീരന്മാർ കാളകളെ മെരുക്കാനും. പൊങ്കലിനും ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ജല്ലിക്കെട്ട് മത്സരങ്ങൾ പൊങ്കൽ കഴിഞ്ഞും തുടരും. മധുരയിലാണ് പ്രശസ്തമായ മത്സരങ്ങൾ നടക്കുക. അവണിയാപുരത്ത് 15-നും പാലമേട് 16-നും അളങ്കനല്ലൂരിൽ 17-നുമാണ് ജല്ലിക്കെട്ട് മത്സരങ്ങൾ അരങ്ങേറുക. 24 ചെന്നൈ. ശസ്ത്രക്രിയയില്ലാതെ 79 വയസ്സുള്ള മലപ്പുറം സ്വദേശിയുടെ ശരീരത്തിൽ നിന്ന് 6.5 സെന്റിമീറ്റർ വലിപ്പമുള്ള റെക്ടൽ ട്യൂമർ പുറത്തെടുത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ എന്ന അത്യപൂർവ ഗ്യാസ്ട്രോ പ്രൊസീജിയറിലൂടെ ആണ് റെക്ടൽ ട്യൂമർ പുറത്തെടുത്തത്. കേരളത്തിൽ തന്നെ അപൂർവമായി ചെയ്യുന്ന ഈ പ്രക്രിയ വഴി ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിന് സാധ്യതയുള്ള മുഴകളെ ശസ്ത്രക്രിയ കൂടാതെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റ് ഡോക്ടർ അനൂപ് എസ് നായർ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും പ്രചാരണ പരിപാടികളും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ആരംഭിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അറിയിച്ചു. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം. 100 കണക്കിന് ബൈക്കുകൾ കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് വിവരങ്ങൾ? സൂരജ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. 100 കണക്കിന് ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമല്ല. ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ പുക ഉയരുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ ഈ ബൈക്കുകൾക്ക് തീ പിടിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ 2ാമത്തെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ, 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ നിരവധി ബൈക്കുകളെല്ലാം തന്നെ ഇരിക്കുന്ന ഷെഡാണ്. അതുകൊണ്ട് തന്നെ ഈ അകത്തേക്ക് കയറുന്നതിനടക്കം പരിമിതികളുണ്ട്. ഈ തീ അണച്ചാൽ മാത്രമാണ് അതിനകത്തേക്ക് കയറി അതായത് തീ വല്ലാതെ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറി തീ അണയ്ക്കുന്നതൊക്കെ പ്രശ്നമാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ അടക്കം സഹായം ഇതിനോടകം തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ബൈക്ക് ഷെഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ ഗതാഗതത്തെ അടക്കം ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട് തീ വല്ലാതെ പടർന്നു പിടിക്കുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഇതിനോടകം തന്നെ 100 കണക്കിനധികം ബൈക്കുകൾ, അതായത് 100-ലധികം ബൈക്കുകൾ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് അനൌദ്യോഗികമായി തന്നെ ഫയർഫോഴ്സ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാവിലെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത്. റെയിൽവേ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത്. പക്ഷേ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തുകയായിരുന്നു. അത് ഒരു ബൈക്ക് എന്ന നിലയിലല്ല, കൂടുതൽ ബൈക്കുകൾക്ക് തീ പിടിച്ചതാണ് ഇപ്പോഴും ഈ പ്രതിസന്ധിക്കിടയാക്കുന്ന. തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സമീപത്തേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ അതൊക്കെ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ എത്തിക്കാൻ ഉള്ള ഒരു ശ്രമം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ റെയിൽവേ ജീവനക്കാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും വലിയ രീതിയിൽ പുക ഉയരുകയാണ്. തീ ഒരു വിധത്തിലും
നിയന്ത്രണ വിധേയം എന്ന് പറയാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്കിവിടെ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാകും. വലിയ രീതിയിലുള്ള തീയാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് ഒരു തരത്തിലും വിജയം കാണുന്നില്ല ഈ ഘട്ടത്തിൽ. കാരണം ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നൊരു പ്രദേശമാണ്. അത് ഈ മേൽക്കൂരയടക്കം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറി ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല. നിലവിൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഈ കയറാൻ കഴിയുന്ന ഒരു വശത്തു കൂടി തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം, വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കറുത്ത പുക ഉയർന്നു പൊങ്ങുന്നത് കാണാം. ബൈക്കുകളായതുകൊണ്ട് തന്നെ അതിനകത്ത് പെട്രോളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും തീഗോളം പോലെ തീ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അവിടെയുള്ള ബൈക്ക് പാർക്കിങ്ങിലാണ് വലിയ തീപിടുത്തം ഉണ്ടായി. 100 കണക്കിന് ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ജീവനക്കാരുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുന്നുണ്ട്. സൂരജ് സജി തുടരുകയാണ്. സൂരജ്, ഈ സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രദ്ധ, അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? റെയിൽവേ സ്റ്റേഷനാണ്, ആളുകൾ ഒരുപാട് വരുന്ന ഇടമാണ്. അവിടെ ഇതാ വലിയ ഉയരത്തിൽ കറുത്ത പുക പടർന്നു പൊന്തുന്നത് കാണാം. എന്താണ് പുതിയ വിവരങ്ങൾ സൂരജ് സജി? സൂരജ് സജിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിങ്ങിലാണ് ഇപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിങ്ങിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. 100 കണക്കിന് ബൈക്കുകൾ കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇതാരെങ്കിലും തീയിട്ടതാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ തീ പിടിച്ചതാണോ എന്നത് സംബന്ധിച്ചൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. തീഗോളങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പ്രാഥമികമായി 100 കണക്കിന് ബൈക്കുകൾ കത്തി നശിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ സംവിധാനങ്ങൾ, അതുപോലെ പുറത്തുനിന്ന് ഫയർഫോഴ്സിനെയൊക്കെ എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഒരു പരിധിവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂരജ് സജിയിലേക്ക് അല്പസമയത്തിനകം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്ക് എത്താം. ഇപ്പോൾ ഇത് ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ ദൃശ്യത്തിലാണെങ്കിൽ അവിടെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂരജ്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ കാണുന്ന ദൃശ്യങ്ങളിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൂരജ്? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമെന്ന് പറയാൻ കഴിയില്ല. അത് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഇപ്പോഴും തീ ആളിക്കത്തുകയാണ്. സമീപത്തെ ഒരു മരത്തിലേക്ക് തീ പടർന്നു പിടിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് വലിയ ഒരു മരമാണ്. അത് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആ ഭാഗത്തേക്ക് എത്തിച്ചതാ ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ആ മരത്തിനൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആളിക്കത്തലിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ അത് ഫയർഫോഴ്സ് ഇപ്പോൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള റോഡാണ്. ആ റോഡിലൂടെയുള്ള ഗതാഗതം അടക്കം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ മരത്തിലേക്കടക്കം തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അകത്തുണ്ടായിരുന്ന ബൈക്കുകളെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ അടക്കം ഈ മേഖലയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്ക് ഇതിനകത്തേക്ക് കൂടി ടിക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണാം തീ ആളിക്കത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് മാറ്റുന്നുണ്ട്. ഈ ഷീറ്റ് മേഞ്ഞ ഒരു മേൽക്കൂരയാണതാ. ഈ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതൊന്നും ഇതിനകത്തേക്ക് ഒറ്റയടിക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മുകളിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നതിനോ ഒന്നും തന്നെ സാധിക്കില്ല. അതാണ് ഇത് ഇവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് പരിമിതിയായി മാറുന്നത്. ഈ കാണാം ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയുള്ള ഒരു ബൈക്ക് പാർക്കിംഗ് ഷെഡാണ്. അതുകൊണ്ട് തന്നെ മുകളിലൂടെ വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമാണ്. ഇതിനകത്തുകൂടി തന്നെ കയറി പമ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ സൈഡിൽ എവിടെയൊക്കെയാണ് വെന്റിലേഷൻ ഉള്ളത് ആ ഭാഗത്തുകൂടി വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ബൈക്കുകൾ ആളിക്കത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് എഞ്ചിൻ തിരിച്ച് വെള്ളം വീണ്ടും നിറയ്ക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നു. അത്രമാത്രം വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്ത് തൃശൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ ആളുകളെയൊക്കെ ഇവിടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ മാറ്റി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് ആളുകളെ മാറ്റിയിട്ടുണ്ട്. വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. കാരണം ഈ തീ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല. സമീപത്തെ മരത്തിലേക്ക് അടക്കം തീ പടർന്നു പിടിക്കുന്നുണ്ട്. ആ മരം റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നതിനുള്ള സാധ്യതയൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സാധ്യതയുണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ ഗതാഗതം എല്ലാം നിയന്ത്രിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സ് ഇപ്പോൾ ഇങ്ങോട്ട് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് റെയിൽവേ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഷീറ്റ് മേഞ്ഞ, അതായത് മേൽക്കൂര എന്ന് പറയുന്ന ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയാണ്. അതാണ് ഇവിടെ ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. കാരണം ഈ ബൈക്ക് ഷെഡിന്റെ അകത്തെ ഭാഗത്തേക്ക്, അതായത് നടുഭാഗത്തേക്ക്. ശരി, സൂരജ് സജിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നിരവധി ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട്. 100ഓളം ബൈക്കുകൾ കത്തി നശിച്ചു എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ആ പാർക്കിംഗ് ഷെഡ് കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഫയർഫോഴ്സ് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ വെല്ലുവിളിയാവുന്നത് ഇതൊരു മേൽക്കൂരയുള്ള പാർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മുകളിലൂടെ വെള്ളം ചീറ്റുക എന്നത് അസാധ്യമാണ്, വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത്, ഈ പാർക്കിംഗ് ഷെഡിന്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും തീ പടരുന്ന നിലയുണ്ട്. അതിനിടയിൽ തന്നെ വലിയ ആശങ്കയേറ്റിക്കൊണ്ട് സമീപത്തുള്ള മരത്തിന് തീ പിടിക്കുന്ന നിലയുമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഫയർഫോഴ്സ് ആ തീ അണച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരുപക്ഷെ സ്ഥലത്തേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. പ്രേക്ഷകർക്കറിയാം, തൃശൂർ റെയിൽവേ സ്റ്റേഷനാണ്, തിരക്കേറിയ ഇടമാണ്. അവിടെയാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ട്രെയിൻ സർവീസുകളെ അടക്കം ഇത് ബാധിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അതൊക്കെ അല്പസമയത്തിനകം തന്നെ വ്യക്തമാവും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആ ഘട്ടത്തിൽ നമുക്ക് ശേഖരിക്കാം. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർത്തിയാവുകയാണ്.